സ്ഥാനാർത്ഥി നിർണയം വേഗത്തിൽ പൂർത്തിയാക്കാൻ കോൺഗ്രസ് ഇന്നു മുതൽ അടുത്ത 3 ദിവസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും. കരട് പ്രകടന പത്രികയ്ക്ക് അംഗീകാരം നൽകാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം നാളെ ചേരുകയാണ്. ബി.ജെ.പിയുടെ 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുമെന്നാണ് ഡൽഹി ബ്യൂറോയ്ക്ക് ലഭിക്കുന്ന വിവരം. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുന്ന വിശദാംശങ്ങളുമായി. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, ഡൽഹിയുടെ ഈ കാലാവസ്ഥ എങ്ങനെയാണ്? പിന്നീട് അത് കഴിഞ്ഞാൽ രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ച് പറയൂ. ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡൽഹിയിലുള്ളവർ നല്ല കാലാവസ്ഥയിലാണ് ജീവിക്കുന്നത്. വലിയ ചൂടോ എന്നാൽ വലിയ തണുപ്പോ ഒന്നുമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് ഡൽഹി എത്തിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ചൂട് ഡൽഹിയിലേക്ക് കടന്നു വരുമ്പോൾ ഡൽഹിയും ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള രീതിയിലേക്ക് കടക്കുന്നു എന്നതാണ് കാഴ്ചകൾ. ഡൽഹി ഇനി വസന്തകാലത്തേക്കാണ് പോകുന്നത്. ടൂറിസ്റ്റ് സീസണാണ് വരാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഒരു ഉന്മേഷമൊക്കെ വലിയ രീതിയിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പ് കാലം കൂടി ആയതുകൊണ്ട് വലിയ ഉന്മേഷം അത് രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ സ്ഥാനാർത്ഥികൾക്കും പ്രചരണ രംഗത്തും ഒക്കെ നൽകും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് വ്യക്തമാകുന്ന വിധത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് എല്ലാ ഇടങ്ങളിലും ഈ പ്രചരണമൊക്കെ സജീവമാകുന്ന രീതിയിലേക്ക്. സാധാരണഗതിയിൽ ഡൽഹിയിൽ അങ്ങനെ വളരെ പെട്ടെന്നൊന്നും ഈ തെരഞ്ഞെടുപ്പിനോട് അടുത്ത ദിവസങ്ങളിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ ഉണ്ടാവുക. പക്ഷേ ഇത്തവണ എല്ലായിടങ്ങളിലും ഇന്ത്യ മുന്നണി ഇത്തവണ ഈ കോൺഗ്രസും ആം ആദ്മിയും ഒരുമിച്ച് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ അവരെല്ലായിടത്തും ഈ വിധത്തിലുള്ള യോഗങ്ങളും വീടുകൾ സന്ദർശിച്ചിട്ടുള്ള പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പുറത്ത് ബി.ജെ.പിയും അതിന് സമാനമായിട്ടുള്ള നടപടികൾ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലായിടങ്ങളിലും നമുക്ക് ഉത്തർപ്രദേശിൻ്റെ പല ഭാഗങ്ങളിൽ നോക്കുമ്പോഴും പഞ്ചാബിൻ്റെ പല ഇടങ്ങളിൽ കാണുമ്പോഴും ഹരിയാനയുടെ പല മേഖലകളിൽ വീക്ഷിക്കുമ്പോഴും ഒക്കെ ഇതിന് സമാനമായിട്ടുള്ളൊരു സാഹചര്യമാണുള്ളത്. അന്തരീക്ഷം എപ്പോഴും അനുകൂലമായിട്ട് നിന്നു കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ സജീവമാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ രാഷ്ട്രീയക്കാർക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്, നിലവിലുള്ള അന്തരീക്ഷം ആ അന്തരീക്ഷത്തിനെ നോക്കിക്കൊണ്ടുപോലും ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിക്കാം എന്നുള്ളതാണ്. കാര്യം ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ വിശ്വാസമുള്ളത്. നിലവിലുള്ള ആ സർക്കാരിന് ഏറ്റവും ഗുണകരമാകുന്ന വിധത്തിലായിരിക്കും, പ്രാദേശികമാണെങ്കിലും ശരി അല്ലെങ്കിൽ അല്ലാതുള്ള രീതിയിലാണെങ്കിലും ശരി ഈ അന്തരീക്ഷം അനുകൂലമാണ്. കർഷകരുടെ അവസ്ഥ, അവർക്ക് കാലാവസ്ഥ കൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുമെന്നൊക്കെ രാഷ്ട്രീയക്കാരും ഇങ്ങനെ വിശ്വസിക്കുന്നു. ഏതായാലും ഡൽഹിയിലെ അവസ്ഥ ഇപ്പോൾ അന്തരീക്ഷം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നല്ല രീതിയിലാണ്. അന്തരീക്ഷ മലിനീകരണമുണ്ട്, പക്ഷേ എന്നാൽ അതൊരു അതിര് കടന്ന രീതിയിലാണ് എന്ന് ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ, ഡൽഹിയിൽ നിന്നാണ്. അപ്പോൾ ചന്ദ്രൻ ചിറയിൽ പറയുന്നത് ഇന്നത്തെ സുഭാഷിതം എല്ലാ ദിവസവും പ്രസക്തിയുള്ളതാണ്. അതുകൊണ്ട് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് ആളുകളെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യം അതല്ല. നമ്മൾ കാലം വൈകാതെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. മാതാപിതാക്കളോടൊന്നും ഇത്രയും ക്രൂരത കാണിക്കാൻ പാടില്ല. പല ആളുകൾ പല കാരണങ്ങൾ പറഞ്ഞാണ് ഈ ഗുരുവായൂർ കൊണ്ട് നടതള്ളുകയും അനാഥാലയങ്ങളിലേക്ക് ചവിട്ടിത്തള്ളുകയും ചെയ്യുന്ന മാതാപിതാക്കളെ. അപ്പോൾ ഈ മാതാപിതാക്കൾ എത്രമാത്രം ദുസ്സഹമായ ജീവിത വ്യഥയിലായിരിക്കും അവർ കാലയവനികയ്ക്കുള്ളിൽ മറയുന്നത് എന്ന് നമ്മൾ ഓർമ്മിക്കണം. നമ്മൾ ഈ അവഗണന ഒരു വാർദ്ധക്യകാലം നമുക്ക് വരുമ്പോൾ നമ്മൾക്കും നേരിടേണ്ടി വരും എന്ന യാഥാർത്ഥ്യം അതുകൊണ്ട് മാത്രമായിരിക്കരുത് മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടത്.